പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അവസാനം ഇപ്പൊ മുജാഹിദ് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇമാമുകൾ ഈ ശിർക്ക് പറയുന്നതനുസരിച്ച് ഇമാമുകൾ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയേണ്ടി വരും എന്നാ മുജാഹിദ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം സഹോദരന്മാരെ ഇപ്പോൾ എത്തിയത്. എവിടെയാണെന്നറിയാമോ? അവർ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ശൈലി അനുസരിച്ച് പോയാൽ ആളുകളെ കാഫിറും മുശ്രിക്കുമാക്കേണ്ടി വരും. എന്താ കാരണം? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ച് സഹായം തേടുന്ന പരിപാടി ഒന്നും രണ്ടും ഇമാമികൾ പറഞ്ഞതല്ല, ഒരുപാട് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ഇമാമുകളൊക്കെ മുശ്രിക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നാ സക്കരിയ സലാഹി മുജാഹിദും വെല്ലുവിളിക്കുന്നത്. സക്കരിയ സലാഹി പറഞ്ഞ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ ആ ഇമാമുകളെ ആ പേര് ലിസ്റ്റ് ഒന്നിന് വായിക്കട്ടെ. എനിക്ക് സൗണ്ടിന് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ സക്കരിയാനെ ഏൽപ്പിക്കുകയാണ് പറയാൻ. അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി യഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷെ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിൽ ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല? ഒരു പ്രാർത്ഥനയില്ല. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സൈദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഇലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സ്വൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇനി ലഈഫ് ആണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ ഭരണോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും പറയാം, പലതും മാറ്റി പറയാം. പക്ഷെ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിൽ എനിക്കൊരിക്കലും തന്നെ സാധ്യമല്ല. അതാണ് മുജാഹിദിന്റെ വാദമായി പറയുന്നതെങ്കിൽ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള മുജാഹിദിലെ 8 ഗ്രൂപ്പുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അചഞ്ചലമായ നമ്മുടെ തൗഹീദ്, ആ തൗഹീദ് ഉൾക്കൊള്ളുന്ന അഹ്ലുസ് സുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദ്, അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ, ഇലാഹായി അല്ലാഹു മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മഹാത്മാക്കളായ ആളുകളെ വിളിക്കുന്നതോ അവരോട് സഹായം തേടുന്നതോ ശിർക്കാണെന്ന് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. സഹോദരങ്ങളെ, മുജാഹിദ് മൗലവിമാരിവിടെ എണ്ണിപ്പറഞ്ഞ ഇമാമുകൾ മാത്രമല്ല, ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം 14 നൂറ്റാണ്ട് കാലം വന്ന ഇമാമുകൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ എല്ലാവരും പഠിപ്പിച്ചത് എന്താണ്?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുന്നതിന് കുഴപ്പമില്ല. അവിടുത്തെ ജാറത്തിൽ പോകുന്നത് ശിർക്കല്ല. അവിടുത്തെ ജാറത്തിങ്കൽ ചെന്ന് തവസ്സുൽ ചെയ്യുന്നത്, ഖബറിങ്കൽ ചെന്ന് തവസ്സുൽ ചെയ്യുന്നത്, ശഫാഅത്ത് തേടുന്നത് ശിർക്കല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ് ഇതാണ്. 100 സംഭവങ്ങൾ പറയാം.